ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ എടുക്കണേ. അതായത് ഇന്ന് കുറച്ച് പർച്ചേസിങ്ങിൻ്റെ എല്ലാ പരിപാടീസും ഉണ്ട്. അപ്പോൾ നാളെ നമ്മൾ ട്രിപ്പ് പോവുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു തലേന്നാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ബെഡ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സായാലും ഫുഡായാലും ബാക്കി എന്തെല്ലാം ആവശ്യം വരുമോ അതെല്ലാം ഞാൻ ഈ ബെഡ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വേണം ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് മടക്കി എല്ലാം ഒതുക്കി വെച്ചിട്ട് ബാഗൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ. അങ്ങനെ ഞാൻ നാളെയാണ് പോണത് കേട്ടോ. നാളെ 12 മണിക്കാണ് പോണത്. അപ്പോൾ നമ്മൾ 8 ദിവസത്തിനാണ് പോണത്. ഡൽഹി മണാലിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത്രയും ദിവസത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കരുതണം, പിന്നെ ഫുഡും കരുതണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ മുമ്പ് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് കേട്ടോ ഉമ്മ ഫുഡും കൊണ്ട് വന്നത്. പിന്നെ ഇങ്ങനെ ഇറിറ്റേഷൻ ചെയ്തതായിരുന്നു കേട്ടോ. ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പാക്ക് ചെയ്ത് തുടങ്ങാം. ഈ ഒരു ബ്ലാക്ക് ബാഗാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വിചാരിക്കുന്നത്. ഇത് എൻ്റെ കസിൻ്റെ ബാഗാണ് കേട്ടോ. എനിക്ക് ബാഗ് ഇവിടെ ഇല്ല, അവിടെ ഉള്ളത് കാക്കൊന്ന് കൊണ്ടുപോയി, പിന്നെ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഓൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് വലിയ ബാഗാണ് കൊണ്ടുപോകുന്നത്, ട്രാവലിംഗ് ബാഗായിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കൊള്ളിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡ്രസ്സെല്ലാം കേട്ടോ അതിൽ സെറ്റാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് ഒന്ന് ലാസ്റ്റ് ദിവസം തൊട്ട് ഇങ്ങനെ ഉള്ളത് അടിയിക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ദിവസമാണ് ഞങ്ങൾ ഡൽഹിയിൽ പോകുന്നത്. അപ്പോൾ ആ ഡൽഹിയിൽ നിന്ന് ഇടാനുള്ള കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇതാണ്, ഒരു പാർട്ടി വെയർ. ഡൽഹിയിൽ നിന്ന് ഇടാൻ ഞാൻ നല്ലൊരു പാർട്ടി വെയറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ എനിക്കതൊന്നും കിട്ടിയില്ല, ഇനിയിപ്പോൾ സമയവും ഇല്ല. പിന്നെ ഓൺലൈനായിട്ട് ഞാൻ കുറേ സെർച്ച് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ട് എന്ത് ഓർഡർ ചെയ്യുകയാണെങ്കിലും 15 ഡേയ്സ് എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്തായാലും പോകുമല്ലോ, അതുകൊണ്ട് എനിക്ക് 3-4 ദിവസം മുമ്പൊന്നും ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ലാസ്റ്റ് ഞാൻ ഈ ഒരു പാർട്ടി വെയർ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് വലിയ പാർട്ടി വെയർ ആയിട്ടൊന്നും ഇല്ല, എന്നാലും തൽക്കാലത്തിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു കോസ്റ്റ്യൂമാണ് താജ്മഹലിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ബാഗിൻ്റെ ഏറ്റവും അടിയിൽ, അതായത് ഫസ്റ്റ് മടക്കി വെക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ലാസ്റ്റിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. മറ്റേത് ബാഗെല്ലാം കൂടെ അവിടുത്തെ ടാസ്ക് ആവും ഇങ്ങനെ എല്ലാം കൂടെ എടുത്ത് ഇടാനൊക്കെ. അപ്പോൾ ലാസ്റ്റ് തൊട്ട് ഫസ്റ്റ് വരെയാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു കോസ്റ്റ്യൂം ഞാൻ അവിടെ മടക്കി. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ വരുന്നത് മണാലിയിലാണ്. അപ്പോൾ മണാലിയിൽ നിന്ന് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു ടീഷർട്ട് പോലത്തെ ഒരു സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഫെബ്രുവരിയിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഫെബ്രുവരിയിൽ പോകുന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ജനുവരി ഫസ്റ്റിലൊക്കെ ഞങ്ങൾ കോഴിക്കോട് വരെ പോയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് സ്റ്റുഡിയോന്ന് വാങ്ങിയ ഒരു ടീഷർട്ടാണ് ഇത്. അന്ന് ഞാൻ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട് വാങ്ങിയതായിരുന്നു. പിന്നെ ഞങ്ങൾ ഫെബ്രുവരിക്ക് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ മാർച്ചിൽ എക്സാമും കാര്യങ്ങളായി. അങ്ങനെ വൈകി ഇപ്പോൾ ഏപ്രിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഈ ഒരു സാധനം മണാലിയിൽ നിന്നൊക്കെ ഇടാൻ നമുക്ക് നല്ല സുഖമായിരിക്കും, കാരണം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടീഷർട്ട് നല്ലതാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ മണാലിയിൽ നിന്ന് യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത് ഈ ഒരു ടീഷർട്ടാണ്. ഇതിലേക്ക് വൈറ്റ് പാൻറ്റ്, അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഷാളും കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ സാധനം നമ്മളിവിടെ നിന്ന് ഇട്ട് നടക്കുന്ന വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവിടെ അടിപൊളിയായിട്ട് ഓക്കെ ആയിരിക്കും. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് മണാലിക്ക് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് മടക്കി അവിടെ വെച്ചു. പിന്നെ ഉള്ളത് നമ്മൾ സ്റ്റേയിലാണ് വരുന്നത്, പിന്നെ നമ്മൾ റൂമിലാവും. അപ്പം ഞാൻ റൂമൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഒരു കിളിപ്പച്ച ടീഷർട്ടും അതിക്കൊരു ബ്ലാക്ക് സാധാ ഒരു പലാസോ പാൻറ്റും. കാരണം റൂമിലല്ലേ, അവിടുന്ന് പിന്നെ പുറത്തൊന്നും ഇറങ്ങുന്നതെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് റൂമിൽ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ വേറൊരു കോഡ് സെറ്റും കൂടിയാണ്. അതായത് നമ്മൾ നോർമലായിട്ട് കിട്ടുന്നിടാൻ പറ്റിയൊരു ഐറ്റം പോലെ ഞാൻ 2 ഡ്രസ്സ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് ഈ ഒരു ഡ്രസ്സും അതുപോലെ തന്നെ വേറൊരു കോഡ് സെറ്റുമാണ് ഞാൻ കയ്യിൽ വെക്കുന്നത്, അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രസ്സ് വരുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു കോഡ് സെറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ മീഷോന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട് നല്ല ഡ്രസ്സുണ്ടോ എന്നുള്ളത്. ഞാൻ ഏറെ നോക്കൽ കോഡ് സെറ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുർത്തി ടൈപ്പിലുള്ള ഡ്രസ്സ് നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് ഞാൻ നോക്കൽ. അങ്ങനെ ഞാൻ മീഷോന്ന് ഒരു വട്ടം വാങ്ങിയതായിട്ടുണ്ട്. ഞാൻ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഏറെ ഞാൻ റിട്ടേൺ എടുക്കാറുണ്ട്. ഇത് എനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ എനിക്ക് ഓർഡർ ചെയ്തിട്ട് നല്ലതായിട്ട് കിട്ടിയത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതും നേരത്തെ കാണിച്ചിരുന്നൊരു ഡ്രസ്സില്ലേ, അത് രണ്ടുമാണ് ഞാൻ റൂമിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് കയ്യിൽ വെക്കുന്നത്. ഈ ഒരു കോഡ് സെറ്റും മറ്റേ ഒരു ടീഷർട്ടും പലാസോ പാൻറ്റും കൂടെ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഈ ഒരു ടീഷർട്ട് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. അതായത് ബാഗിൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ എടുക്കുന്നുള്ള ഉറപ്പുള്ള സാധനങ്ങൾ ഞാൻ ഈ സൈഡിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് നിർബന്ധമില്ല, കാരണം ആവശ്യം വരും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നോക്കാം.
ഒരു സാധ്യത. ഇനി 4 ഡേയ്സ് വരുന്നുള്ളൂ. 2 ഡേ മണാലിയും 2 ഡേയ്സ് ആയിട്ടാണ് നമ്മുടെ പാക്കേജിൽ വരുന്നത്. അപ്പോൾ ഇനി ഫസ്റ്റ് ദിവസം നമ്മൾ ഡൽഹിയിലാണ് പോകുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വിചാരിക്കുന്നത് ഒരു വൈറ്റ് ഷർട്ടാണ് കേട്ടോ. അതിലേക്ക് ബ്ലാക്ക് പാൻറ്, ബ്ലാക്ക് ഷാൾ അങ്ങനെ വരുന്ന ഒരു കോസ്റ്റ്യൂമാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലേക്ക് ബ്ലാക്ക് പാൻറ്, ബ്ലാക്ക് ഷാളാണ് കേട്ടോ ഞാൻ ഇട്ടെടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡേ ഇടുന്നത്. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്. ചിലപ്പോൾ ഇനി അവിടെ എത്തുമ്പോൾ എനിക്കെല്ലാം മാറും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇട്ടും. ചിലപ്പോൾ എനിക്ക് ഏതും പറ്റില്ല എന്നും വരും കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഓരോ സ്വഭാവം കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ. അത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇടാൻ വേണ്ടി വിചാരിക്കുന്നതാണ്. അതിന് ബാഗിൽ സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അങ്ങോട്ട് എത്തുക വരെയുള്ള ഒരു കോസ്റ്റ്യൂം, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടാൻ വിചാരിക്കുന്നത് ഇതാണ്. ഇതിലേക്കും ബ്ലാക്ക് ഷാളും ബ്ലാക്ക് പാൻറ്റും ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഡ്രസ്സെല്ലാം ഏകദേശം നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം കൂടെ കാണിക്കാം. കൊണ്ടുപോകാനുള്ളത് അത്രയാണ് കേട്ടോ. പിന്നെ ഈ ഒരു പർപ്പിൾ കളർ ഷാളും അതുപോലെ ഈ ഒരു കോസ്റ്റ്യൂം എല്ലാം ഞാൻ എടുക്കണം വിചാരിച്ചിരുന്നു. ഇനിയിപ്പോൾ വേണ്ടെന്നാണ് ഞാൻ വെക്കുന്നത്. കാരണം സ്പേസും കാര്യങ്ങളും ഉണ്ടാവില്ല. അതൊക്കെ ഞാനപ്പോൾ മടക്കിയിട്ട് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഓപ്ഷനിലാണ്. പിന്നെ ഈ ഒരു സാധനം ചെവിയിൽ വെക്കുന്നത് ഞാൻ ഊട്ടി പോയപ്പോൾ മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ മണാലിയിൽ ആവശ്യം വരും. ചെവിയൊക്കെ അടയും, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അത് ഞാൻ കയ്യിൽ വെക്കുകയാണ്. പിന്നെ ഉള്ളത് ഈ ഷാളാണ്. ഈ ഷാളാണ് ഞാൻ നാളെ അടിച്ചാൻ കൊടുത്തിട്ട് കിട്ടാൻ പോണ ഡ്രസ്സൊക്കെ ഇടാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് കിട്ടിയാൽ അത് കൊണ്ടുപോകുമില്ല എന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഞാൻ കൊണ്ടുപോകില്ല കേട്ടോ. അപ്പോൾ ഓപ്ഷനിലുള്ളതൊക്കെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ഫുഡ് ഐറ്റംസും ബാക്കി കോസ്മെറ്റിക്സ് പ്രോഡക്റ്റ്സ് എല്ലാം നോക്കണം. എന്തെല്ലാം വേണം എന്തെല്ലാം വേണ്ട എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാഗൊക്കെ ഓരോന്നായിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവുകയാണ്. പിറ്റേന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മാനോടൊന്ന് മുണ്ടും കാര്യങ്ങളെല്ലാം വാങ്ങാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ടർക്കിയും കൂടെ വാങ്ങിയിട്ടുണ്ട്, മുണ്ട് വാങ്ങിയിട്ടുണ്ട്, പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് പോയി വന്നതിന് ശേഷം നാട്ടിൽ കയറിയിരുന്നു. അവിടെ ബ്രെഡ്, ജാം അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ബാഗൊക്കെ ഓരോന്ന് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡ്രസ്സാണ് ഓരോന്ന് വെക്കുന്നത്. പ്രത്യേകിച്ച് ജീൻസിൻ്റെ പാൻസ് ആയതുകൊണ്ടാണ് ബാഗ് പെട്ടെന്ന് നിറയണ പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ജീൻസിൻ്റെ കുറച്ച് കട്ടിയും കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. അപ്പോൾ സ്പേസും പോകും. നമ്മളെ പോലെ അല്ലല്ലോ. അപ്പോൾ 4 ഡേയ്സിനുള്ളതും ജീൻസ് ആവുമ്പോൾ എന്തായാലും നല്ല വെയിറ്റ് ആവും ബാഗ്. അപ്പോൾ ഞാൻ എത്ര ചെറുതാക്കി മടക്കിയിട്ടും അത് ചെറുതാവണില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഴിയുന്നിടത്തോളം ഞാൻ മാക്സിമം ഞാൻ അതിൽ സ്പേസ് ഉണ്ട്, പക്ഷെ നമുക്ക് വെയിറ്റ് താങ്ങൂലല്ലോ, അതാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് മൈക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. പാൻസ് വരുമ്പോഴാണ് മടക്കുമ്പോൾ അത് വലിയതായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് സ്പേസ് ഇല്ലാന്ന് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡ്രസ്സെല്ലാം ഞാൻ ഏകദേശം ബാഗിൽ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഡ്രസ്സെല്ലാമാണല്ലോ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഇടേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇടേണ്ടത്. പിന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ മേലെ വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് അവിടത്തോളം കഴിക്കാനുള്ളത് തന്നെയാണ്. പിന്നെ ഇത് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സായിട്ട് സൈഡിലേക്ക് മാറ്റി. ഈ ഒരു കോസ്റ്റ്യൂം എനിക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ എന്തായാലും ബാഗൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞാനത് ഇങ്ങോട്ട് എടുത്തിടും, കാരണം സ്പേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കേട്ടോ. അത് ഓപ്ഷനിലുള്ളതാണ്. പിന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് ആണ് നോക്കേണ്ടത്. ഞാൻ വിമാർട്ടിൽ നിന്നാണ് ബ്രെഡും ജാമും കാര്യങ്ങളെല്ലാം വാങ്ങിയത് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ ഈദിനൊരു ഡ്രസ്സ് എക്സ്ട്രാ എടുത്തിരുന്ന ഒരു കോഡ് സെറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു കോഡ് സെറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ ഇട്ട് വെച്ച ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ബാഗിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് തന്നെ എടുത്തിടാണ് കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചു പിന്നെ മണാലിയിലാവുമ്പോൾ ഒന്നും കൂടെ തണുപ്പെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനമാകും പിന്നെയും ബെറ്റർ എന്നുള്ളത്. പക്ഷേ ഇത് ഷാളൊന്നും വലിയ മേനയൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ഡ്രസ്സ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ഫസ്റ്റ് തന്നെ ഇടുന്നത്. അപ്പോൾ ഇത് കയ്യിൽ വെക്കാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാം കൂടെ കൊണ്ടുപോകാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇത് ബാഗിൽ ഇട്ടിട്ട് വേറൊരു കോസ്റ്റ്യൂം അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടെ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇത് ബാഗിലിട്ടു. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പർപ്പിൾ കളറിൻ്റെ ഒരു ഡ്രസ്സ്, ആ ഡ്രസ്സ് എനിക്ക് കൊണ്ടുപോകണം നല്ല പൂതി ഉണ്ടായിരുന്നു. തൽക്കാലം ഞാൻ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വെച്ചു. ഇനി ഡ്രസ്സ് ഇത്ര മതി കേട്ടോ. ഇനി 4 ഡ്രസ്സായല്ലോ. പിന്നെ വീട്ടിൽ നിന്ന് ഇടാനുള്ളൊരു 2 ഡ്രസ്സും, സോറി കേട്ടോ, വീട്ടിൽ നിന്നുള്ള റൂമിൽ നിന്ന് ഇടാനുള്ളൊരു 2 ഡ്രസ്സും, അങ്ങനെ ഡ്രസ്സെല്ലാം ആയി. ഇനി ഇതിലൊന്നും ഞാൻ ഇടാൻ വിചാരിക്കുന്നില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ പൂർണ്ണമായിക്കാണ് കേട്ടോ ബേക്കറി വാങ്ങിയിരുന്നു. ഞാൻ ചിപ്സും വേറൊരു ബേക്കറിയും ഞാനിങ്ങനെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ നെല്ലിപ്പറമ്പ്. അപ്പോൾ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ബേക്കറി എല്ലാം വാങ്ങിയത്. പിന്നെ ബ്രെഡും ജാമെല്ലാം ഞാൻ വിമാർട്ടിൽ നിന്ന് വാങ്ങിയിരുന്നു. പിന്നെ ബാക്കി പേസ്റ്റ്, പിന്നെ കോക്കനട്ടിൻ്റെ ഓയിൽ, സോപ്പ്, കോൾഗേറ്റ് ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ വിമാർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തിരുന്നത്. അപ്പം ഇനി അതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഈ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബേക്കറി എല്ലാം ഞാനൊരു കവറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ.
അതിന് തണുക്കോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വെച്ചിട്ട് അത് നമ്മളെ ബാഗിൻ്റെ ഏറ്റവും മേലെ വെക്കാനുള്ളതാണ്. കാരണം താഴെ ഒന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ കവറിലിട്ട് വെച്ചിട്ടുണ്ട്. ബ്രെഡ് അതിൽ കൊള്ളില്ല, അത് സെപ്പറേറ്റ്ലി നമുക്ക് വെക്കണം. അപ്പോൾ ഇത്രയ്ക്കുള്ള ഫുഡ് ഞാൻ വിചാരിച്ചു കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റ് എല്ലാം ഈ ഒരു ബാഗിൽ ഇടാന്നുള്ളത് കേട്ടോ. ഞാൻ മോയ്സ്ചറൈസറിനും സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും പിന്നെ എന്താ ഹൈലൈറ്റർ പിന്നെ എന്താ ചീർപ്പ് വാച്ച് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളാണ് ഞാൻ ആ ബാഗിൽ ഇടുന്നത് കേട്ടോ. നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാൻ അതിലിടുന്നുണ്ട്. പിന്നെ ബാക്കി പെട്ടെന്ന് കിട്ടാനുള്ളത് എക്സ്ട്രാ സെപ്പറേറ്റ്ലി വേറെ ഒരു നമ്മൾ വലിയ ബാഗിൻ്റെ ഒരു അറയിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ കോസ്മെറ്റിക്സ് എല്ലാം അതിലിട്ടു. ടിഷ്യൂം എല്ലാം ഞാൻ മേടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ടിഷ്യൂ ഉണ്ട്. പിന്നെന്താ പിന്നെ നമ്മൾ നൈറ്റ് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഈ ആൽഫ ഗുഡ്നസിൻ്റെ ഈ ഒരു സാധനം. അതും പിന്നെ സിറം, അത് രണ്ടും ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നതാണ്. അത് രണ്ടും ഞാൻ സെപ്പറേറ്റ്ലി എപ്പോഴും കിട്ടാൻ പോണ അതിൽ വെച്ചു. പിന്നെ നമ്മുടെ ആധാർ കാർഡ് എടുക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് മറക്കാതിരിക്കാൻ ഞാൻ അത് ബാഗിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഫാൻസി ആയിട്ട് ഞാനൊരു കമ്മൽ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് പാർട്ടി വെയർ ഇടുമ്പം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പുതിയതൊന്നും മേടിച്ചിട്ടില്ല. കാരണം കമ്മലത്തൊന്നും ഞാൻ അങ്ങനെ മാറ്റി മാറ്റി ഇടാറൊന്നുമില്ല. അപ്പോൾ തൽക്കാലം ചിലപ്പോൾ തന്നെ ഞാൻ ഇടില്ല. ഇനിയിപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കമ്മൽ മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നെക്സ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ അതും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ളത് ഈ ഒരു ഐറ്റംസും കൂടെ പാക്ക് ചെയ്യാനുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന സാധനങ്ങളാണ് കേട്ടോ. ബ്രഷ് ആയാലും ചെറുപ്പാണെങ്കിലും ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ടർക്കിയും ഉണ്ട്. ഇതെല്ലാം നമുക്ക് എപ്പോഴും വേണ്ട സാധനങ്ങളാണ്. അതൊക്കെ ഇത് ഞാൻ ബാഗിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു അറയുണ്ട് അവിടെ വെച്ചു. കാരണം എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് ട്രെയിനിൽ നിന്നാണെങ്കിലും റൂമിൽ നിന്നാണെങ്കിലും എപ്പോഴും ഡെയിലി വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ബാഗിൻ്റെ ഫ്രണ്ടത്തെ അറയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആകെ തിരയണ്ടല്ലോ, അതുകൊണ്ടെല്ലാം ഞാൻ അങ്ങനെയെല്ലാം അതിൻ്റെ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ട് ബാഗിൽ വെക്കുന്നത്. പിന്നെ ഇതാണ് അത്യാവശ്യമുള്ളത് കേട്ടോ. പിന്നെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മെഡിസിൻസ് എടുത്തു. പിന്നെ ഇത് ഞാൻ വിമാർട്ടിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. അതൊന്നും ഞാൻ എടുക്കുന്നില്ല. പിന്നെ മെഡിസിൻസ്, പിന്നെ ഈ ഒരു ഹെയറിൻ്റെ കെയർ ചെയ്യുന്ന സാധനവും പിന്നെ ഫേസ് സിറം, ഈ ഒരു സാധനങ്ങൾ എനിക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ്ലി വേറൊരു സൈഡിലാണ് വെക്കുന്നത്. മെഡിസിൻസ് ഞാൻ ഇപ്പോൾ കുടിച്ചിട്ട് വേണം എനിക്ക് അതൊക്കെ വെക്കാൻ. അപ്പോൾ അതും കൂടെ ബാഗിൽ ഞാൻ വെച്ചു. അത്യാവശ്യം നമ്മുടെ ബാഗിൽ എല്ലാ സാധനങ്ങളും ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ ചെരുപ്പ് ഇട്ടിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതിന് ഫോൺ ഓഫായി. അപ്പം ഞാൻ വലിയ 2 ചെരുപ്പൊന്നും എടുത്തില്ല. ഞാൻ സാധാരണ നോർമലി ഒരു എന്താ പാർട്ടി വെയർക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ചെരുപ്പ് ഇട്ടു. പിന്നെ നമ്മൾ ഷൂ ആണല്ലോ ഇട്ട് പോവുക. അങ്ങനെ അതും ഞാൻ വെച്ചിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം സാധനങ്ങൾ ഇട്ടതിന് ശേഷം തന്നെ ഞാൻ ബാഗ് നോക്കിയപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ താങ്ങിയിട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത്രയും ദിവസം നമ്മളെ ബാഗ് നമ്മൾ തന്നെ മാനേജ് ചെയ്യണമല്ലോ. അതുകൊണ്ട് എനിക്ക് അത്ര നല്ല വെയിറ്റ് ആയിട്ട് തോന്നി കേട്ടോ. കാരണം ഇതിട്ടാൽ ഞാനൊരു ഇതാവുമെന്ന് എനിക്ക് തോന്നി. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇട്ട് നോക്കി കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ആകെ 4 ഡ്രസ്സേ ഉള്ളൂ. ബാക്കി പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ, അത്രേ ഉള്ളൂ. എന്നിട്ടും നല്ല വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എനിക്കറിയില്ല. പിന്നെ ബസ്സിലും ട്രെയിനിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ബാഗ് നമുക്ക് ഊരി വെക്കാമല്ലോ അങ്ങനെ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യത്തിനുള്ള എൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ബാങ്ക് നിറഞ്ഞു കേട്ടോ. പിന്നെ ഈ ക്യാപ്പും കാര്യങ്ങളൊക്കെ ആഫീസ് എടുക്കാൻ പറഞ്ഞിരുന്നു. തൽക്കാലം ഞാൻ അതൊന്നും എടുക്കുന്നില്ല. ഇനി അതിനൊന്നുള്ള സ്പേസ് ഇല്ല. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ചെരുപ്പും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനിവിടെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പകുതി സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഈ ഡ്രസ്സ്, ബാഗ്, അതുപോലെ തന്നെ ഈ ഒരു സംഭവങ്ങളൊന്നും ഫേസ് വാഷ് ഇങ്ങനത്തെ സാധനമൊന്നും ഇട്ടില്ല. പിന്നെ ഈ ഒരു ഷൂവ് ഞാൻ മണാലിയിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. പക്ഷെ ഞാൻ അതും ഇട്ടില്ല. അതൊക്കെ ഇട്ടാൽ ബാഗിൻ്റെ സ്പേസ് പെട്ടെന്ന് പോവും. അതുകൊണ്ട് ഈ കാണുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വിചാരിച്ചതായിരുന്നു. കാരണം തൽക്കാലം നമ്മൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും എടുക്കുന്നില്ല. ആ ചെരുപ്പ് എടുക്കുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ ഇട്ട് പോകുന്ന ഷൂ തന്നെ മതി. അത് കരുതി ഇനിയിപ്പോൾ എല്ലാം കൂടെ എനിക്ക് താങ്ങൂല. പിന്നെ ക്യാപ്പ് ആഫീസ് എടുക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാഗെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള ടു മണാലി വരെയുള്ള ട്രിപ്പിനുള്ള എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞു കേട്ടോ. പർച്ചേസിങ്ങും പാക്കിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ നാളെ പോവാം കേട്ടോ. ബൈ ബൈ.